നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത്. ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. കന്നി രാശിയിൽ വരുന്നതായ അത്തം നക്ഷത്രക്കാരിലെ രാശ്യാധിപനായിരിക്കുന്ന ബുധൻ കർമാധിപനായിക്കൊണ്ട് മാർച്ച് മാസം 16-ാം തീയതി വരെ 6-ാം ഭാവത്തിൽ സ്ഥിതി വരുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടും മാനസികമായിട്ടുള്ള ഉൾക്കാഴ്ചയും കൂടുതലായിട്ട് വേണ്ടിവരുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ മനസ്സിന് ക്ഷീണാവസ്ഥയും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ടെൻഷനും ഒക്കെ കാണുന്നതിനാൽ ഈ സമയത്ത് പെട്ടെന്ന് വരുന്നതായിട്ടുള്ള മുൻകോപത്തെയും ദേഷ്യഭാവത്തെയും നിയന്ത്രിക്കേണ്ടതാണ്. ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ. ഈ സമയത്ത് ആരോടെങ്കിലും ആത്മാർത്ഥതയോടെ അടുപ്പം കാണിച്ചാൽ പോലും ചില സമയങ്ങളിൽ മനോവിഷമതകൾക്കൊക്കെ കാരണമായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകളെയും കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും മാസത്തിൻ്റെ ആരംഭത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് തൊഴിൽ രംഗങ്ങളിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടിവരുമെങ്കിലും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. പ്രത്യേകിച്ച് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവം വേണം മുന്നോട്ട് പോകുവാനായിട്ട്. മാർച്ച് മാസം 16-ാം തീയതിക്ക് ശേഷമാണെങ്കിലോ ബുധൻ 6-ാം ഭാവത്തിൽ നിന്നും നിവൃത്തി സ്ഥാനമാകുന്നതായ മീനം രാശിയിലേക്ക് വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് വ്യാപാര വ്യവസായ മേഖലകളിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും മാറ്റങ്ങൾക്ക് ശ്രമിച്ചാൽ അതിനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗങ്ങളിൽ ലാഭകരമായിട്ടുള്ള ശ്രേയസ്സിലേക്ക് എത്തിച്ചേരും എന്നുള്ളതായ മനോബലം കാണുന്നുണ്ട് ഈ സമയത്ത്. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ഈ സമയം കുറച്ചൊക്കെ അനുകൂലമായിട്ടാണ് കാണുന്നത്. 7-ാം ഭാവാധിപതിയായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴാണെങ്കിൽ പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഹംസയോഗപ്രദനായിട്ട് നിൽക്കുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ആത്മബന്ധവും അതുവഴി കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് മക്കളുടെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. വിവാഹ സംബന്ധമായിട്ടാണെങ്കിൽ ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള അത്തം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് അനുകൂലമായിട്ടാണ് കാണുന്നത്. ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിൽ 4-ാം ഭാവാധിപത്യം കാണുന്നത് കൊണ്ട് ഈ മാർച്ച് മാസത്തിൽ ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും വീട് പണിയുന്നവരിലും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനുമുള്ളതായ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. വാഹന സംബന്ധമായിട്ടാണെങ്കിലോ ഗുണാനുഭവങ്ങൾക്കും ഈ മാസം സാധ്യത കാണുന്നുണ്ട്. തൻ്റെ മനസ്സ് ആഗ്രഹിച്ച പ്രകാരമുള്ളതായ വാഹനം വാങ്ങിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. കൂടാതെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാനും അത് കൃത്യമായിട്ട് നടപ്പിലാക്കുവാനും അനുകൂലമായിട്ടുള്ളൊരവസ്ഥാവിശേഷത്തെ കാണുന്നുണ്ട്.
സന്മാർഗനിഷ്ഠയോട് കൂടിയിട്ട് കർമ്മവൈഭവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കൂടാതെ ഭാഗ്യാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തോടുകൂടി യോഗം ചെയ്യുന്നത് കൊണ്ട് നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായ പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ട് വരുവാനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതമാണെങ്കിലോ സന്തോഷകരമായിട്ടാണ് കാണുന്നത്. കൂടാതെ ഭാഗ്യപരമായിട്ടുള്ളതായ ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ധനപരമായിട്ടാണെങ്കിലും ഉയർച്ചയും കൂടാതെ ഭൗതിക ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, മാർച്ച് മാസം 12-ാം തീയതി ശുക്രൻ അഷ്ടമഭാവമായിട്ടുള്ളതായ മേടൻ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വരുന്നതായ ക്ഷീണാവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം. ഈ സമയത്ത് കുടുംബത്തിൽ തന്നെയായാലും അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ വരാതെയും നോക്കണം. ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. 5-ാം ഭാവനാഥനായിട്ടുള്ളതായ ശനീശ്വരൻ 6-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടും മൂലക്ഷേത്രനാഥനായിട്ടും നിൽക്കുന്നത് ഈശ്വര ബന്ധത്തോടും ആത്മീയതയോടും കുറച്ചൊക്കെ അടുപ്പം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ ഈ സമയത്ത് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര ക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനവും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ നല്ലതാണ്. കൂടാതെ ശിവക്ഷേത്രത്തിലാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാന് പിൻവിളക്ക് വയ്ക്കുന്നതും വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാന് കദളിപ്പഴവും താമരമുട്ടും നടയിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലവണ്ണം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മുടെയൊക്കെ ജന്മജാതകവും നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്നും ദശാപഹാരങ്ങളെയും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ദശാനാഥനും അപഹാരനാഥനും വേണ്ടതായിട്ടുള്ള വഴിപാടുകളും കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവക്ഷേത്രങ്ങളിലും ധർമ്മദൈവങ്ങളിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹവും ഒപ്പം ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രാർത്ഥനയും നമ്മളിൽ കൂടിച്ചേരുമ്പോൾ ഈ മാർച്ച് മാസത്തിലെ നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ഒപ്പം ജഗദീശ്വരൻ്റേതായ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.